ലോസ് ഏഞ്ചൽസിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീ അമേരിക്ക കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ നഷ്ടത്തിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഒരറ്റത്ത് നിന്ന് മറുഭാഗത്തേക്ക് അന്ത്യമില്ലാതെയാണ് തീ ആളിക്കത്തുന്നത്. തീ അണയ്ക്കാനുള്ള പരിശ്രമങ്ങൾ തുടരുകയുമാണ്. നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ കാട്ടുതീയിൽ 25 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇതുവരെയുള്ള കണക്ക്. അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾക്ക് പൊള്ളലേറ്റിട്ടുമുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാൻ ഇടയുമുണ്ട്. 40,300 ഏക്കർ സ്ഥലത്തെ നിരവധി കെട്ടിടങ്ങളാണ് അഗ്നിക്ക് ഇരയായത്. ഇതിൽ വീടുകൾ മാത്രം 40,000 വരും. തീ അണയ്ക്കാനുള്ള നൂതന മാർഗങ്ങൾ തേടുകയാണ് ഭരണാധികാരികൾ. അമേരിക്ക നേരിടുന്ന കടുത്ത പ്രതിസന്ധിയിൽ സഹായത്തിനെത്തിയിരിക്കുകയാണിപ്പോൾ കാനഡ. അതിനായി അഗ്നിരക്ഷാ സേനയുടെ ഏറ്റവും ശക്തനായ പോരാളിയാവുകയാണ് കാനഡയിൽ നിന്നെത്തിച്ച സൂപ്പർ സ്കൂപ്പർ വിമാനം. ഒരേ സമയം കരയിലും വെള്ളത്തിലും ഇറങ്ങാനും പറന്നു പൊങ്ങാനും കഴിയുന്ന ആംഫിബിയസ് വിമാനമാണ് സൂപ്പർ സ്കൂപ്പറുകൾ. കാട്ടുതീ അണയ്ക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് CL-415 എന്ന ഈ വിമാനം. ലോസ് ഏഞ്ചൽസിൽ എത്തിയിരിക്കുന്ന സൂപ്പർ സ്കൂപ്പർ മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് 16,000 ഗാലൻ വെള്ളമാണ് തീ പടരുന്ന പ്രദേശങ്ങൾക്ക് മുകളിൽ തളിക്കുന്നത്. ഹെലികോപ്റ്ററുകളെക്കാളും എയർ ടാങ്കറുകളെക്കാളും പ്രവർത്തനക്ഷമതയും എളുപ്പവുമാണ് സൂപ്പർ സ്കൂപ്പറിന്റെ പ്രവർത്തനം. ജലാശയത്തിന്റെ അടിഭാഗം മുട്ടും വിധം താഴ്ന്നു പറന്ന് ടാങ്കുകളിൽ വലിയ തോതിൽ വെള്ളം നിറച്ച് പ്രത്യേകതരം പതയുമായി കൂട്ടിക്കലർത്തി തീയുള്ള പ്രദേശങ്ങൾക്ക് മുകളിലൂടെ പറന്ന് ഈ വെള്ളം വലിയ അളവിൽ താഴേക്ക് തളിക്കുന്നതാണ് സൂപ്പർ സ്കൂപ്പറിന്റെ രീതി. ജലാശയങ്ങൾക്ക് മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ വിമാനത്തിന്റെ വേഗതയ്ക്ക് അനുസൃതമായാണ് എതിർദിശയിൽ ഘടിപ്പിച്ചിട്ടുള്ള ടാങ്കുകളിലേക്ക് വെള്ളം നിറയുന്നത്. അതായത് ജലാശയത്തിന് മുകളിലൂടെ മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിലാണ് സൂപ്പർ സ്കൂപ്പർ സഞ്ചരിക്കുക. ഈ വേഗതയ്ക്ക് അനുസൃതമായാണ് വിമാനത്തിലെ ടാങ്കുകളിൽ വെള്ളം നിറയുക. ഹെലികോപ്റ്ററുകളുടെ എയർ ടാങ്കറുകളെ പോലെയോ സൂപ്പർ സ്കൂപ്പറിന് എവിടെയും വിമാനം ലാൻഡ് ചെയ്യിപ്പിക്കേണ്ടി വരുന്നില്ല. പറക്കലിന്റെ ഇടയിൽ തന്നെ വെള്ളം നിറയ്ക്കലും അത് മറ്റുള്ളവയേക്കാൾ വേഗത്തിലും കൂടുതലും നടക്കുന്നു. ടാങ്ക് നിറയ്ക്കാൻ, അതായത് 16,000 ഗാലൻ വെള്ളം നിറയ്ക്കാൻ 12 സെക്കൻഡ് മതിയാവും സൂപ്പർ സ്കൂപ്പറിന്. ഇതുകൂടാതെ ഹോസ് ഉപയോഗിച്ചും വെള്ളം നിറയ്ക്കാം. ടാങ്ക് നിറച്ചാൽ മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് തീപിടിച്ച ഇടത്തെത്തും. ഒറ്റയടിക്കോ 4 ഡോറുകൾ വഴിയോ വിവിധ ഘട്ടങ്ങളിലൂടെയോ പൈലറ്റിന് വെള്ളം തളിക്കാം. അതുകൊണ്ട് തന്നെ കാട്ടുതീ അണയ്ക്കുന്നതിന് ഏറ്റവും ഫലവത്തായ മാർഗമാണ് സൂപ്പർ സ്കൂപ്പറുകളുടെ ഉപയോഗമെന്നാണ് വിലയിരുത്തൽ. ബക്കറ്റുകളും എയർ ടാങ്കറുകളും ഘടിപ്പിച്ച ഹെലികോപ്റ്ററുകളേക്കാൾ സൂപ്പർ സ്കൂപ്പറുകൾ ഫലപ്രദമായ അഗ്നിശമന പരിഹാരമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ വിമാനങ്ങൾക്ക് ഒറ്റയടിക്ക് 1,600 ഗാലൻ വെള്ളം ശേഖരിക്കാൻ കഴിയും. കൂടാതെ എയർ ടാങ്കറുകളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളം ശേഖരിക്കാൻ സൂപ്പർ സ്കൂപ്പറുകൾ ഇറങ്ങേണ്ടതില്ല. അവർക്ക് 160 കിലോമീറ്റർ പരിധിയിൽ അടുത്തുള്ള ഏത് ജലാശയത്തിന്റെയും ഉപരിതലത്തിന് അടുത്തേക്ക് താഴ്ന്നു പറന്ന് ഹോസ് ഉപയോഗിച്ച് വെള്ളം നിറയ്ക്കാനും തീപിടിച്ച സ്ഥലത്തേക്ക് പെട്ടെന്നെത്തി വെള്ളം ഒഴിക്കാനും സാധിക്കും. സൂപ്പർ സ്കൂപ്പറിന് 93 അടി ചിറകുകളും 65 അടി നീളവുമുണ്ട്. കൂടുതൽ ഫലപ്രദമായ അഗ്നിശമനത്തിനായി വെള്ളം പെട്ടെന്ന് നിറയ്ക്കാൻ കഴിയുന്ന ഒരു സംവിധാനവുമുണ്ട്. കാനഡയിലെ ക്യൂബെക്കിൽ നിന്ന് 30 വർഷത്തേക്ക് ലീസിനെടുത്ത് 2 സൂപ്പർ സ്കൂപ്പറുകളാണ് ലോസ് ഏഞ്ചൽസിൽ അഗ്നിരക്ഷാ സേനയുടെ പക്കലുള്ളത്. ഇതിലൊന്നു മാത്രമാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്.